ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബബ്ബബ എന്ന സിനിമയെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ബബ്ബബ നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ ഒരു മാഡ്നസ് ഫിലിമാണല്ലോ ബബ്ബബ എന്ന സിനിമയിലൂടെ പറയുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ട ടീസറിലായാലും വെൽക്കം ടു ദ മാഡ്നസ് എന്നാണല്ലോ സിനിമ തുടങ്ങുന്നത്. വെൽക്കം ടു ദ മാഡ്നസ്. അപ്പോൾ ദിലീപ് ആയാലും ഇതിനകത്തുള്ള വിനീത് ശ്രീനിവാസനായാലും ഒക്കെ ഒരു മാഡ്നസ് ക്യാരക്ടേഴ്സാണ്. അതിനകത്ത് പറയാനുള്ളത് തന്നെ വിനീത് ശ്രീനിവാസൻ്റെ ക്യാരക്ടറിനെ പറ്റിയും ടീസറിലൂടെ പറയുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ധ്യാൻ ശ്രീനിവാസൻ്റെ ക്യാരക്ടറും ടീസറിലൂടെ എന്താണെന്ന് വ്യക്തമാക്കി പറയുന്നുണ്ട്. പക്ഷേ ടീസറിൽ എന്തായാലും മോഹൻലാൽ ഇല്ല. മോഹൻലാൽ മിക്കവാറും ട്രെയിലറിലാവും ഉണ്ടാവുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇതിനകത്ത് ദിലീപിൻ്റെ ക്യാരക്ടർ വന്നപ്പം ദിലീപ് ഇതിനകത്ത് എന്ത് രീതിക്കത്തെ ക്യാരക്ടറാണ് വരുന്നതെന്ന് യാതൊരു എത്തും പിടിയുമില്ല. കാരണം ദിലീപിൻ്റെ ക്യാരക്ടറിനെ പറ്റി ഒന്നും തന്നെ ഇതിനകത്ത് പറയുന്നില്ല. പെട്ടെന്നാണ് ദിലീപിൻ്റെ ക്യാരക്ടർ കയറി വന്ന് പോയത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇത് അവർ ഒളിപ്പിച്ചു വെക്കുകയാണെന്ന്. എന്തോ ഒരു ഭയങ്കരമായ സംഭവം തന്നെ ഉണ്ട്. അപ്പം ഇതിനകത്ത് പറയുന്നതിൽ ഏറ്റവും വലിയ മാഡ്നസ് ക്യാരക്ടർ തന്നെ ആയിരിക്കും ദിലീപ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും അങ്ങനെ ഇവർ ദിലീപിൻ്റെ ഇത് മാത്രം ടീസറിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ചത്. ഇനി ട്രെയിലറിൽ ഇത് ഉണ്ടാകുമോ എന്നും അറിയില്ല. കാരണം ഇതിനകത്ത് പറയുന്നത് ഇവർക്ക് ഉള്ളതിനകത്തൊക്കെ ഫുള്ള് ഈഗോയാണെന്നാണ്. ദിലീപിനുള്ള ഈഗോ, വിനീതിന് അതിനേക്കാൾ ഈഗോ. അപ്പോൾ ഇനി മോഹൻലാൽ വരുമ്പം എങ്ങനത്തെ ഈഗോയാവുമെന്ന് മനസ്സിലാവുന്നില്ല. കാരണം ഈ സിനിമ ഒരു ഭയങ്കര രീതിക്കുള്ളൊരു ഇതുവരെ മലയാളത്തിൽ വരാത്തൊരു സിനിമയായിട്ടാണ് ബബ്ബബ എന്ന സിനിമ വരാൻ പോകുന്നത്. അതും നിങ്ങൾക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ ലോക എന്ന സിനിമയുണ്ടല്ലോ. ലോക എന്ന സിനിമയിൽ ഇവർ പ്രത്യേകം ഒരു ലോകം തന്നെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ബബ്ബബ എന്ന സിനിമയിലും എൻ്റെ അഭിപ്രായത്തിൽ ഒരു ലോകം ഉണ്ടാകും. കാരണം ടീസറിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ ഈ ലോകത്ത് എല്ലാവർക്കും കുറച്ചൊക്കെ ഭ്രാന്തുണ്ടെന്ന്. കാരണം അപ്പോൾ തന്നെ മനസ്സിലാവും അങ്ങനെ ഒരു ലോകമുണ്ടെന്നാണ് ഈ സിനിമ ഉദ്ദേശിക്കുന്നത് എന്നാണ് തോന്നുന്നത്. അപ്പം നമുക്ക് സിനിമയിൽ അങ്ങനത്തെ ഒരു ലോകം തന്നെ നമുക്ക് വേണമെങ്കിൽ സിനിമയിൽ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളിനി വിചാരിക്കും, എന്തിനാണ് ഈ സിനിമയ്ക്ക് ഇത്രയും വെറുതെ ഹൈപ്പ് കൊടുക്കുന്നത്? ഇത് ഹൈപ്പല്ല, ഇതാണ് കാര്യം. ഇത് കാര്യം പറഞ്ഞതാണ്. കാര്യം പറയുമ്പോൾ അത് ഒരിക്കലും ഹൈപ്പായി മാറുകയില്ല. പിന്നെ ഹൈപ്പ് കൊടുക്കുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല. അത് അമിതമായാലാണ് തെറ്റ്. കാരണം ഹൈപ്പ് കൊടുക്കുന്നത് കൊണ്ടൊരു തെറ്റുമില്ല. ഹൈപ്പ് അമിതമായാലാണ് അത് കുഴപ്പമാവുക. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ സിനിമയ്ക്ക് നിങ്ങൾ കയറുമ്പോൾ ഒരിക്കലും നിങ്ങളൊരു ഹൈപ്പ് കൊടുത്ത് കയറരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബബ്ബബ എന്ന സിനിമ കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന രീതിയിൽ തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കാണാം. അപ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലാകും. അപ്പോൾ നിങ്ങൾ സിനിമയിലേക്ക് കയറുമ്പോൾ ഇവരെന്തേലുമൊക്കെ കാണിക്കും. എന്നിട്ട് വെൽക്കം ടു ദ മാഡ്നസ് എന്ന് പറയുമ്പോൾ നിങ്ങളും ആ സിനിമയുടെ ഒരു ഭാഗമായിരിക്കണം. ഇത് ഞാൻ പറയാനുള്ള കാരണം എന്തെന്നാൽ മോഹൻലാൽ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യമാണ് പറയുന്നത്. ഇതിനകത്ത് ഇതങ്ങനെ തന്നെ ആവണമെന്നൊന്നും ഇല്ല കേട്ടോ. മോഹൻലാൽ പറഞ്ഞ കാര്യം അങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് തോന്നിയ കാര്യമാണ് പറയുന്നത്. മോഹൻലാൽ പറഞ്ഞു ഈ സിനിമയിൽ കുറച്ചൊക്കെ ലോജിക്കില്ലാത്ത കാര്യങ്ങളുണ്ടെന്ന്. ഇനി നിങ്ങൾക്കിനി ലോജിക്കില്ലാത്ത കാര്യങ്ങൾ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്കിനി ഇഷ്ടപ്പെടണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിനകത്ത് ചിലപ്പം എന്തായാലും ഇതിനകത്ത് വെൽക്കം ടു ദ മാഡ്നസ് എന്നാണല്ലോ, ഈ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നാണ്. അപ്പം അങ്ങനെ ഇതിനകത്ത് പറയുമ്പോൾ നിങ്ങളും ഉറപ്പായും അങ്ങനെ തന്നെ ഈ സിനിമയുടെ ഓരോരുത്തരായി നിങ്ങൾ മാറണം. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ലോജിക്കില്ലാത്ത എന്തെങ്കിലും കാര്യം വരുവാണെങ്കിൽ മാത്രം നിങ്ങൾക്കത് എൻജോയ് ചെയ്ത് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി നിങ്ങളുടെ മനസ്സ് പറയും, എടാ അതിനകത്ത് ഒരു ലോജിക്കില്ലാത്ത കാര്യമുണ്ടെന്ന് പറയുമ്പം അപ്പുറത്തൊരു അടി കൊടുത്തിട്ട് പറയും, എടാ പൊട്ടേജ് എന്തായാലും സിനിമ കണ്ട് എൻജോയ് ചെയ്തില്ലേ, പിന്നെ എന്ത് ലോജിക്ക്? അങ്ങനെ പറഞ്ഞു വരണം നിങ്ങൾ ഈ സിനിമ കണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പം. അപ്പോൾ അതാണ് എനിക്ക് ഈ സിനിമയെ കുറിച്ച് പറയാനുള്ളത്. ഇതിൻ്റെ റെക്കോർഡ് എന്താവുന്നൊന്നും അറിയില്ല. കാരണം ഇതിനകത്ത് മോഹൻലാലും പാടെ ഉണ്ട്. അപ്പം റെക്കോർഡ് കാര്യമൊക്കെ എന്തൊക്കെയാവുമെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ കാത്തിരിക്കൂ. അപ്പോൾ ബൈ ബൈ.